വെട്ടാൻ നിർത്തിയിരിക്കുന്ന പോത്താണ് ആര്? നമ്മുടെ റോക്കി. അസി റോക്കി എന്ന് പറയുന്ന റോക്കി ഭായി ബിഗ് ബോസ് വെട്ടാൻ നിർത്തിയിരിക്കുന്ന പോത്താണ്. മനസ്സിലായോ? അതിനൊരു മാറ്റമില്ല. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ ഈ പറയുന്ന റോക്കിക്ക് കൊടുത്ത ശിക്ഷ കുഴപ്പമില്ല. പോട്ട് നല്ല അടുത്ത ആഴ്ച ഒരു ദിവസത്തേക്ക് പിന്നെ നോമിനേഷൻ, അത് വലിയൊരു ശിക്ഷയായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷേ റോക്കി അവിടെ നടത്തിയ കാര്യങ്ങളുണ്ട്. അതായത് പലതവണ നിന്റെ ചൗക്കുറ്റി അടിച്ച് പൊട്ടിക്കും എന്ന് പലതവണ ജാസ്മിനോടും ഈ പറയുന്ന ഗബ്രിയോടും പറയുന്നു. പലതവണ ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോകുന്നുണ്ട്. പലതവണ ജാസ്മിനോടും റസ്മിൻ ഭായിയോടും അതിരി കവിഞ്ഞ് എന്ത് ചെയ്തു, ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടിച്ചു കയറുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഈ ലാലേട്ടന് ഒരു വാക്ക് പോലും റോക്കിയോട് ചോദിച്ചിട്ടില്ല. വെറുതെ ഒരു മട്ടിൽ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തതിന് മാത്രം എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ശിക്ഷ. എന്താണ്, അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോവുക. അതൊരു ശിക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇന്ന്. എന്നിട്ട് ലാലേട്ടന്റെ ആ എപ്പിസോഡിൽ തന്നെ ഈ പറയുന്ന റോക്കി പറയുന്നുണ്ട്, വെളിയിലായിരുന്നുവെങ്കിലും ഞാൻ അവനെ എന്ത് ചെയ്യുമായിരുന്നു, അടിക്കുമായിരുന്നു എന്ന് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ റോക്കി പറയുന്നു. അവിടെയും ഈ പറയുന്ന ബിഗ് ബോസ് എന്ത് ചെയ്യുന്നുണ്ട്, തടയിടുന്നില്ല. അല്ലെങ്കിൽ അവനൊരു എൻകറേജ് കൊടുത്തു വിടുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല, നീ കാണിച്ചത് ശരിയാണ്, നിന്നെ പ്രവോക്ക് ചെയ്തത് കൊണ്ടാണ്, അതായത് റോക്കി അങ്ങനെ ചെയ്യാൻ കാരണം ഇവര് നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്തത് കൊണ്ടാണ് എന്ന് വരുത്തി തീർത്ത് റോക്കിയുടെ മനസ്സിലേക്ക് താൻ ചെയ്തത് ശരിയാണ്, തന്റെ ആ പാത കറക്റ്റാണ് എന്നുള്ള രീതിയിൽ ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് റോക്കി എന്ന് പറയുന്ന മത്സരാർത്ഥിയെ അവസാനം വരെ ഗ്രാൻഡ് ഫിനാലെ വരെ കൊണ്ടുപോകണം എന്ന് ഒരു ആഗ്രഹം ഈ പറയുന്ന ബിഗ് ബോസിന് ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നലെ ലാലേട്ടൻ ഫയർ ചെയ്യുമായിരുന്നു. നിങ്ങളുടെ അഹങ്കാരം, ഈ ഭീഷണി വന്ന് ഇവിടെ പാടില്ല, അതൊക്കെ വെളിയിൽ വെച്ചാൽ മതി. എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ പെൺകുട്ടിയുടെ ദേഹത്ത് ഇത്രയും ഇടിച്ചു കയറുന്നത് എന്താണ് എന്നൊരു വാണിംഗ് കൊടുത്തേനെ. മുൻകാല സീസണുകളിൽ നമ്മൾ എടുത്തു നോക്കിയാലും ഇതുപോലുള്ള ഭീഷണികൾ ആരെങ്കിലും പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വാണിയും കൃത്യമായിട്ടുള്ള ഫയറും ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ മാത്രമല്ല, എല്ലാ സീസൺ ഏത് ലാംഗ്വേജ് നോക്കിയാലും ഇങ്ങനെയുള്ള ഭീഷണികൾ വരുമ്പോൾ അവർ കൃത്യമായിട്ട് വാൺ ചെയ്യും. ഇന്നലെ ഇവിടെ ഒരു വാണിംഗും കൊടുത്തിട്ടില്ല. ഒരു മട്ടിൽ പറഞ്ഞു നിർത്തി എന്ന് മാത്രമല്ല, ഈ പറയുന്ന അതുകൊണ്ടാണ് നിങ്ങളാണ് കുറ്റക്കാർ, നിങ്ങളാണ് ഇത്രയും പ്രവോക്ക് ചെയ്തത് കൊണ്ടാണ് അവൻ അവിടെ വന്ന് ഇടിച്ചത് എന്ന് വരെ ആക്കി തീർക്കുമ്പോൾ ഈ പറയുന്ന റോക്കിയുടെ മനസ്സിൽ എന്താണ്, ഇനിയും ഇത് ആവർത്തിക്കാം എന്നുള്ളൊരു ചിന്ത വരും. ഈ പറയുന്ന റോക്കിയുടെ ഫാൻസ് അല്ലെങ്കിൽ റോക്കിയുടെ പിന്നെ ആരാധകർ, ഈ റോക്കിക്ക് വല്ല വരുന്ന ഈ ആരാധകരുടെ ഒരു പരിധി വരെ ജാസ്മിനും ഗബ്രിയോടുമായിട്ടുള്ള ഒരു വിരോധമാണ് അല്ലെ. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന സിനാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിക്കും എതിരെയുള്ള ഒരു ദേഷ്യം, ഒരു വിദ്വേഷം ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലുണ്ട്. അവർക്ക് രണ്ടെണ്ണം കൊടുക്കണം. ആരവരെ രണ്ടെണ്ണം പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് കൂടുന്ന ഒരു സിനാരി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അപ്പൊ റോക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിക്കും എതിരെ ആഞ്ഞടിക്കുമ്പോൾ പ്രേക്ഷക പിന്തുണ ആ ലെവലിൽ കൂടുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോ ഇവിടെ ഞാൻ ഈ പ്രേക്ഷകർത്താണ് പറയുന്നത്, ഇത് വളർത്താനല്ല, ഇത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് യുവമാര് ഈ റോക്കിയെ വളർത്തുന്നത്. മനസ്സിലായി? റോക്കി ഇനി നാളെ ഇത് മനസ്സിൽ വെച്ച്, കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്കൊരു ശിക്ഷയും കിട്ടിയില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും, കൂടുതൽ പ്രവോക്ക് ചെയ്യുകയും പിന്നെ ഒരു കയ്യാങ്കളിയിലേക്ക് മാറുകയും ഈ പറഞ്ഞതുപോലെ 50 60 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും 70ാമത്തെ ദിവസത്തിൽ എന്ത് ചെയ്യും, റോക്കിയെ പാക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ എന്ത് ചെയ്യായിരുന്നു, ഇന്നലെ ഉറപ്പായിട്ട് ഒരു വാണിംഗ് റോക്കിക്ക് കൊടുക്കുമായിരുന്നു. ആ വാണിംഗ് കൊടുത്തിട്ടില്ല. മനസ്സിലായോ? നിന്നെ അഴിച്ചു വിട്ടിക്കണം, നീ ഇതിന്റെ അപ്പുറം ചെയ്തോ എന്ന് അഴിച്ചു വിട്ടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെട്ടാൻ നിർത്തിയിരിക്കുന്ന പോത്താണ് ഈ പറയുന്ന റോക്കി. നമ്മൾ ഈ ലാലേട്ടം വന്ന് ഒരു കണ്ടസ്റ്റന്റ് എടുത്തിട്ട് ഫയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പുള്ളി അവിടെ വേണം. മനസ്സിലായോ? പുള്ളി ആ തെറ്റ് തിരുത്തി ഇനി നേരെ വരണം. ഇനിയും ഇതേ സംഭവങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എവിക്ഷനിലേക്ക് അല്ലേ, അതായത് പിന്നീട് പുറത്താക്കലിലേക്ക് വന്ന് പെടും. ആ മത്സരത്തിൽ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവുമെന്ന് അറിയുമ്പോൾ കഴിഞ്ഞോട്ട് അഖിൽമാരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ വീണ്ടും പോകുന്നത് പലവട്ടം ഓരോ സമയവും അഗ്രഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന റൂള് ബ്രേക്ക് ചെയ്യുന്ന സംഭവത്തിലേക്ക് വരും, അപ്പം തന്നെ വിളിച്ച് വാണിംഗ് കൊടുത്ത് ഇവർക്ക് മനസ്സിലാവും ഇനി എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പുറത്താവും എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടാവും. ഇവിടെ റോക്കിക്ക് ആ തോന്നലുണ്ടായിട്ടില്ല. റോക്കി ഇപ്പോഴും വിചാരിക്കുന്നത് അവൻ ചെയ്തതൊക്കെ ശരിയാണ്. അപ്പൊ റോക്കിയുടെ അഗ്രഷൻ ഇനി കൂടും, ദേഷ്യം കൂടും. ഇനിയും ഈ പറയുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് വിളിക്കും. ഇനിയും ഈ പറയുന്ന അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ പെൺകുട്ടികളെടുത്ത് സ്ത്രീകളെടുത്തുള്ള ഈ പറയുന്ന സാധനം വീണ്ടും അവൻ കൂടും. അവസാനം ഒരു ഉന്തും തള്ളലോ ഒരു കശപിശയിലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസാൾട്ടിലോ അവസാനിക്കും, റോക്കിയെ പുറത്താക്കും. അതോടുകൂടി TRP അങ്ങ് പറയില്ല. ഏത് സീസണിലും ഒരു നല്ലൊരു മത്സരാർത്ഥി ടപ്പേനെ പുറത്താക്കുമ്പോൾ
ഭയങ്കര TRPയും കൂടും, ഭയങ്കര വിദ്വേഷം, സോഷ്യൽ മീഡിയയിൽ എൻഗേജ്മെന്റ് ഉണ്ടാവും. മനസ്സിലാവും. ആ സൈഡിൽ കൂടെ വിദ്വേഷം ഈ പറയുന്ന ഏഷ്യാനെറ്റിന് ഒരുപാട് തെറിവുകളിൽ വരുമെങ്കിലും ആ ഒരു TRP കൂടാൻ അത് സാധിക്കും. അപ്പോൾ ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. റോക്കി എന്ന് പറയുന്നത് അവർ ഏഷ്യാനെറ്റ് വെട്ടാൻ നിർത്തിയിരിക്കുന്ന പോത്താണ്. വളർത്താനല്ല, കൊല്ലാനാണ് അവരുടെ ശ്രമം. നമുക്ക് വീണ്ടും കാണാം.